നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 ഒക്ടോബർ നടന്ന പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളിലെ ആനുകാലിക ചോദ്യങ്ങൾ, അതായത് 8/10/2024 നടന്ന ഓഫീസ് അറ്റൻഡർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങൾ, അതുപോലെ എന്താണ് നമ്മളെ 9/10/2024 നടന്ന LDC ബൈ ട്രാൻസ്ഫർ പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും, അതുപോലെ 2024 ഒക്ടോബർ 19 നടന്ന LDC മലപ്പുറം ഇടുക്കി പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നടന്ന ഈ സമീപകാലത്ത് നടന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അത് ഉത്തര കൊറിയയാണ്. ഏതാണ്? ഉത്തര കൊറിയ. ഓർത്തിരിക്കുക, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് സമീപകാലങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് അതേ പദ്ധതികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പുതിയ നിയമനങ്ങൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ അതേപടി ആവർത്തിക്കുന്ന ഒരു ടെൻഡൻസി PSC അടുത്ത കാലങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോവുക. കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങളുടെ പരീക്ഷയിൽ PSC പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പം ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ അതിൻ്റെ ഭരണഘടന ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ പറയണം ഉത്തര കൊറിയയാണ് അല്ലേ? ഉത്തര കൊറിയ. എങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏതിടാ? M-സേവനം. എന്താണ് M-സേവനം? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം അല്ലേ? M-സേവനം. എങ്കിൽ 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? ഇഗാ സ്വിയാടെക് ആണ്. ആരാണ്? ഇഗാ സ്വിയാടെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഓർത്തിരിക്കുക, വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സ്വിയാടെക് ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് ഐരാവത്. ഏതാണ്? ഐരാവത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവതാണ്. ഓർത്തിരിക്കുക, ഏതാണ്? ഐരാവത്. യെസ്. എങ്കിൽ യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഇത്? കോഴിക്കോട് അല്ലേ? ഇക്കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യം ഇതായിരുന്നു: യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ സ്പീഡ് പറയാം. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ പറയണം ഉത്തര കൊറിയയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് M-സേവനം. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ഇഗാ സ്വിയാടെക്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് കൂട്ടുകാരെ? ഐരാവതാണ് കേട്ടോ, ഐരാവത്. ഇനി യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ഓക്കെ അല്ലേ? ഞാൻ ഇത്തരത്തിൽ റിവിഷൻ ചെയ്യുന്നത്, അതായത് കുറച്ചൊരു 5 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും കൂടി അത് വായിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പല കൂട്ടുകാരും ഇത്തരത്തിലുള്ള റിവിഷൻ വേണം, ഒന്നും കൂടി വായിക്കണം എന്നൊരു കമൻസ് നമ്മുടെ വീഡിയോൻ്റെ താഴെ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ രണ്ടാമതും ഞാൻ വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അലോസരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താക്കുക, ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി വേണം എന്ന അഭിപ്രായമുള്ളവർ വേണം എന്ന് കമൻറ്റ് ചെയ്യുക. യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ക്വാണ്ടം ഡോട്ട്സ് ആണ് അല്ലേ? ക്വാണ്ടം ഡോട്ട്സ് എല്ലാ പരീക്ഷയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോബൽ അല്ലേ? നോബൽ 2023 നോബൽ പഠിക്കുക, അതുപോലെ 2024 നോബലും അതുപോലെ തന്നെ അവാർഡ്സും പഠിച്ചിട്ട് പോകുക. ഇനി ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? അത് ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ് അല്ലേ? ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഏത് ഭൗതിക ശാസ്ത്ര നോബൽ ഏത് വർഷമാണ്? 2023. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ്. ഓർത്തിരിക്കുക, ഏതാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ലേ? 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര
ഒട്ടക വർഷം, ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമൽ ലീഡ്സ് ആയിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. എല്ലാ പരീക്ഷയിലും 2023 ഏതായിരുന്നു? മില്ലറ്റ്സ് അല്ലേ, മില്ലറ്റ്സ് ചെറുധാന്യ വർഷമായിട്ട് 2023 ആചരിച്ചു. 2024 ചോദിച്ച എല്ലാ PSC പരീക്ഷകളിലും 2023 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായി ആചരിച്ചു എന്ന് ചോദിച്ചിരുന്നു. ഏതായിരുന്നു? മില്ലറ്റ്സ് അല്ലേ. ഇനി ചോദിക്കാൻ പോകുന്നത് 2024 എന്താണ് അന്താരാഷ്ട്ര ഒട്ടക വർഷം എങ്കിൽ ഓർത്തിരിച്ചോ. 2025 ഏതാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ അല്ലേ, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ ആയിട്ടും ആചരിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാതത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. എന്താണ് അനുവാദിനി എന്ന് ചോദിച്ചാൽ പറയണം. എന്താണ് അനുവാദിനി? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാതത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. എന്താണ് അനുവാദിനി? ഓക്കെ അല്ലേ. യെസ്. ഇനി വിക്രമസ് അല്ലേ. എന്താണ് വിക്രമസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. വിക്രമസ് ഓർത്തിരിക്കുക. യെസ്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രമസ്. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രമസ്. രണ്ടാമത്തെ പ്രസ്താവന, ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം എന്താണ് നമ്മുടെ വിക്രമസ് എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. അതും ശരിയായ പ്രസ്താവന. എങ്കിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം ഈ 3 പ്രസ്താവനകളും വിക്രമസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രമസ്. യെസ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വിക്ഷേപിച്ചല്ലേ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. അതും കൂടി ഓർത്തു വെക്കുക. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏത് രാജ്യമാണ് ടെസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത്? ഇന്ത്യ. അതാണ് ഇന്ത്യ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ടെസാർ സിൽക്ക് അല്ലേ. ടെസാർ സിൽക്ക് ഏത് രാജ്യമാണ് ടെസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയാണ്. ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് അല്ലേ. എങ്കിൽ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആദ്യത്തെ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. എനിക്ക് തോന്നുന്നു 2024 ചോദിച്ച ഒരു 5ൽ കൂടുതൽ തവണ PSC പരീക്ഷ ചോദിച്ച് കാണാൻ സാധിച്ചാൽ ചിലപ്പോൾ അതിന് മുകളിൽ എനിക്ക് തോന്നുന്നു ഒരു 5ൽ കൂടുതൽ തവണ എന്താണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആദ്യത്തെ രാജ്യമേതെന്ന് PSC ചോദിക്കേണ്ടായി. ഏതായിരുന്നു? സൗദി അറേബ്യ അല്ലേ. സൗദി അറേബ്യ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. അപ്പം യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വാണ്ടം ഡോട്ട്സ് ആണെങ്കിൽ ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണെങ്കിൽ 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അതുപോലെ നമ്മുടെ നോബൽ 2024 നോബൽ പഠിച്ചു പോവുക. ഇക്കഴിഞ്ഞ പരീക്ഷയിലും നോബൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. യെസ്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് ഏതിടാ? അനുവാദിനി അല്ലേ. വിക്രമസ്. എന്താണ് വിക്രമസ്? സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രമസ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചതെങ്കിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്രമസ് എന്ന റോക്കറ്റ് വിക്ഷേപിച്ചത്. എങ്കിൽ ഏത് രാജ്യമാണ് ടെസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യയാണ്. യെസ്. എങ്കിൽ മിഠായി പദ്ധതിയിലെ എന്താണ് മിഠായി പദ്ധതി? സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പറയണം പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? മിഠായി അല്ലേ. മിഠായി. പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. എങ്കിൽ കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? അത് വൈറസ് ആണ്. കുരങ്ങു പനി വൈറസ് ആണ്. നിപ്പ ഏതെന്ന് ചോദിച്ചു. നിപ്പ എന്താണ്? വൈറസ് ആണ് കേട്ടോ. വൈറസ്. അപ്പം കുരങ്ങു പനിയും നിപ്പയും വൈറസ് രോഗമാണ്. ഓർത്തിരിക്കുക. എങ്കിൽ എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. എന്താണ് ശരണ്യ പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്
ശരണ്യ പദ്ധതി. ഇനി OR കേളു അല്ലേ, OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയണം മാനന്തവാടി മണ്ഡലം. ഇതാണ് മാനന്തവാടി. OR കേളു മാനന്തവാടി മണ്ഡലം. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്, ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓർത്തിരിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചാരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ. ശരിയായ പ്രസ്താവനയാണ്. എന്താണ് സാക്ഷം? എന്തിനാണ് സാക്ഷം? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. ഇനി സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിക്കുന്ന അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. എന്താണ് സ്വീപ്പ്? സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിക്കുന്ന അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് സ്വീപ്പ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളായിരുന്നു എന്നാണ് നമ്മളെ ഓഫീസ് അറ്റൻഡർ പരീക്ഷയിൽ PSC ചോദിച്ചത്. ഓക്കെ അല്ലേ? അപ്പം നല്ല കിടക്കാച്ച ചോദ്യങ്ങളാണ്. നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറയാം. കുരങ്ങുപനി എന്താണ്? വൈറസ് രോഗമാണ്. ശരണ്യ പദ്ധതി സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ഈ ചുമതലയേറ്റത് ഏത് നിയോജക മണ്ഡലത്തിലാണ് ഇദ്ദേഹം പ്രതിദാനം ചെയ്തത്? മാനന്തവാടി. എങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. അതുപോലെ സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിക്കുന്ന അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയാണ്. ഇനി 9/10/2024 നടന്ന LD സിബൈ ട്രാൻസ്ഫർ പരീക്ഷയിൽ ആനുകാലിക ചോദ്യങ്ങൾ പരിചയപ്പെട്ടുകൂടാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കി ഈ അടുത്ത് നടന്ന എല്ലാ പരീക്ഷയിലെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല PYQ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അത് ജസ്റ്റിസ് സിരിജഗനാണ്. എന്നാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. ചിലപ്പോൾ ചോദിക്കാം എന്തിനാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയെ നിയമിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി. ഓർത്തിരിക്കുക. എങ്കിൽ 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. എന്താണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ പറയണം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറെ ചോദ്യങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക. ഒന്നാമത്തെ ചോദ്യം ഉത്തരം ഇതാണ്. പ്രസ്താവന ഇതാണ്. കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26 ശരിയായ പ്രസ്താവനയാണ്. 2024 ഏപ്രിൽ 26 കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും ആരാണ്? രാഹുൽ ഗാന്ധിയാണ് അല്ലേ. രാഹുൽ ഗാന്ധിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനകൾ ശരിയാണ്. ഇനി അവസാനത്തെ പ്രസ്താവന കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൽ നിന്നും അടൂർ പ്രകാശാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഈ 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനയാണ്. 2024 ലോക്സഭ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഓർത്തിരിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് 2024 ഏപ്രിൽ 26 വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് എവിടെയാണ്? വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി ആണെങ്കിൽ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങൽ നിന്നും അടൂർ പ്രകാശ് ആണ്. ഇനി
കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റ് ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി അല്ലേ? മിഷ്ടി. PSC മറ്റൊരു ചോദ്യം ഇതായിരുന്നു, മിഷ്ടി എന്തിനായിരുന്നു പദ്ധതി? മിഷ്ടി. യെസ്, എന്ന കണ്ടൽക്കാട് സംരക്ഷണത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? മിഷ്ടി പദ്ധതി. PSC നമ്മുടെ ആവർത്തിച്ച ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു മിഷ്ടി അല്ലേ? കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് മിഷ്ടി പദ്ധതി എങ്കിൽ നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് ആർക്ക് റൂട്ടെ. ആരാണ്? ആർക്ക് റൂട്ടെ. ഇനി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. എന്താണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സിനിമയുടെ സംവിധായക ആരാണ്? അത് പായൽ കപാഡിയാണ്. ഓർത്തിരിക്കുക, ആരാണ്? പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകരാണ് പായൽ കപാഡിയ. ഇനി അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര രൂപയാണ്? 333 രൂപ. അയ്യങ്കാളി എന്താണ്? അയ്യങ്കാളിയാണ് കേട്ടോ. യെസ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം എത്ര രൂപയാണ്? 333 രൂപയാണ് അല്ലേ? യെസ്. അപ്പം ഞാൻ പറയാം, എന്താണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി അധ്യക്ഷനാണ് ജസ്റ്റിസ് സിരിജഗൻ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമാണ് ഏത്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരളത്തിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26, വോട്ടിൽ നടന്നത് 2024 ജൂൺ 4. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയാണ്. അതുപോലെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങിൽ നിന്നും അടൂർ പ്രകാശാണ്. എന്താണ് മിഷ്ടി പദ്ധതി? തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷ്ടി പദ്ധതി എങ്കിൽ നാറ്റോയുടെ പുതിയ സെക്രട്ടറിയാണ് അത് ആർക്ക് റൂട്ടെ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക പായൽ കപാഡിയ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലുള്ള വേതനം 333. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ആർക്കാണ്? ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം. എന്താണ് ഡാം? DAM. ഡാം എന്നത് എന്താണ്? ഒരു മാൽവെയർ ആണ്. എന്താണ്? മാൽവെയർ. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ഒരു മാൽവെയർ ആണല്ലേ? മാൽവെയർ ആണ്. ഇനി എക്സ്റേ ഉദ്യമത്തെയും സമൂഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എന്നാണ് എക്സ്പോസാറ്റ്. എന്താണ് എക്സ്പോസാറ്റിന്റെ ധർമ്മം? യെസ്, എക്സ്റേ ഉദ്യമത്തെയും സമൂഹങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ്. യെസ്. ഇനി എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്ര ദൗത്യ സംഘത്തിലെ അംഗമാണ് ആര്? വില്യം ആൻഡേഴ്സ്. ആരാണ്? എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്ര ദൗത്യ സംഘത്തിലെ അംഗന്മാരാണ് വില്യം ആൻഡേഴ്സ് ആണല്ലേ? വില്യം ആൻഡേഴ്സ്. അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഈ PDF, ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ ലിങ്ക് എന്താക്കാം? നമ്മുടെ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ PSC Tricks ടെലഗ്രാം ചാനൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു എന്താണ് ഒരു ലൈവ് സെക്ഷനൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാലമായിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് എന്താക്കാം? അത് ആരംഭിക്കാം കേട്ടോ. യെസ്, ആരംഭിക്കാം. അത് ഇപ്പോൾ ഇത് PDF ആവശ്യമുള്ള കൂട്ടുകാർ ഇതിൽ ജോയിൻ ചെയ്യുക. യെസ്, ഓക്കെ അല്ലേ? ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. യെസ്. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. PSC ചോദിച്ചിട്ട് സ്നേഹസാന്ത്വനം ആർക്ക് വേണ്ടിയാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയാണ് അല്ലേ? അപ്പം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇനി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. ആർക്കാണ് ചങ്ങാതി? ആർക്ക് വേണ്ടിയാണ് ചങ്ങാതി? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അല്ലേ? എന്തിനാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ഏതിടാ?
ചങ്ങാതി. യെസ്, അപ്പം ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? മാൽവെയർ ആണ്. എക്സ്റേ ഉദ്യമത്തെയും സമൂഹത്തെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISR വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്ര ദൗത്യ സംഘത്തിലെ അംഗമാണ് ഏത്? വില്യം ആൻഡേഴ്സ്. ആരാണ്? വില്യം ആൻഡേഴ്സ്. എങ്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഏതിട? സ്നേഹസാന്ത്വനം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. ഇനി മലപ്പുറം ഇടുക്കി ജില്ലയിൽ നടന്ന LDC പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അല്ലേ? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ആദ്യ രാജ്യമാരാണ്? യെസ്, നമ്മുടെ ഇന്ത്യയാണെങ്കിൽ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി താലോലം പദ്ധതി അല്ലേ? താലോലം പദ്ധതി. എന്താണ് താലോലം പദ്ധതി? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതിടാ? താലോലം പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി അല്ലേ? എങ്കിൽ 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സിന് നടക്കുന്ന സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ്. എങ്കിൽ നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗമാണ് ഏതാണ്? വൈറസ് ആണല്ലേ? നമ്മൾ നേരത്തെ മുകളിൽ പഠിച്ച എന്താണ്? യെസ്, കുരങ്ങ് പനി ഒരു വൈറസ് രോഗമാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നിപ്പ അസുഖം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിപ്പ എന്താണ്? ഒരു വൈറസ് രോഗമാണ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? അത് ആട്ടമാണ്. ഏതാണ്? ആട്ടം. 2024 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ സിനിമ ഏതാണ്? ആട്ടമാണ്. യെസ്. ഇനി ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ്. ആരാണ്? KJ യേശുദാസ്. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ് അല്ലേ? ഇനി കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഏതിടാ? വയോമിത്രം. ഇതാണ് വയോമിത്രം. കേരള സംസ്ഥാനത്തെ വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഏതിടാ? വയോമിത്രം. അപ്പം എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചൽസ് ആണെങ്കിൽ നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? ആട്ടമാണ്. എന്താണ് KJ യേശുദാസ് ഉത്തരമായിട്ട് വരുന്ന ചോദ്യം? ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അത് KJ യേശുദാസ് ആണ് അല്ലേ? കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 നടന്നത്. എത്രയാണ്? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. യെസ്. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി. ആരാണ്? ഇന്ത്യയിൽ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയണം ഹർദീപ് സിംഗ് പുരിയാണ് അല്ലേ? ഹർദീപ് സിംഗ് പുരി. യെസ്. ഇനി ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ
മില്ലറ്റ് പോഷക സമ്പത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? രാജസ്ഥാൻ. ഒന്നുമില്ല, ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. നമ്മൾ പറഞ്ഞു 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന ഐക്യരാഷ്ട്രസഭ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് 2023 ആചരിച്ചു. അപ്പം മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? രാജസ്ഥാനാണ് അല്ലേ? യെസ്. ഇനി താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നോക്കാം. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പായുള്ള രാജാ ബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചു. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പായുള്ള രാജാ ബലേന്ദ്ര സിംഗ് ട്രോഫി ആർക്കാണ് ലഭിച്ചത്? മഹാരാഷ്ട്രയ്ക്കാണ്. ഇനി 2023 ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങിയത് എവിടെയാണ്? ഗോവയിലാണ്. എവിടെയാണ്? ഗോവയിൽ. 2023 ദേശീയ ഗെയിംസിന് വേദിയായി ഒരുങ്ങിയത് ഗോവയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി. ശരിയായ പ്രസ്താവനയാണ്. ഈ 3 പ്രസ്താവനയും ശരിയാണ്. എന്താണ്? 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പായുള്ള രാജാ ബലേന്ദ്ര സിംഗ് ട്രോഫി ലഭിച്ചത് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ്. ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. നീന്തലിൽ കേരളത്തിന്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ 3 പരീക്ഷകളുമായിട്ട് PSC ചോദിച്ചത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സുകളും ലൈക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. സീ യു.